Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. The probability mass function of a discrete random variable is f of x equal to kx, x equal to 1, 2, 3, where k is a positive constant. Find the value of k. K യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ probability of x less than equal to 2 ആണ്. മൂന്നാമത് expectation x കാണാം. നാലാമത് variance of 1 minus x കാണാം. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചത്. ഇവിടെ നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ആദ്യം കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ അറിയാം? സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. സിഗ്മ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ കെയുടെ വാല്യൂ നമ്മൾ എക്സ് നമ്മൾ 1 കൊടുക്കുമ്പോൾ കെ എന്ന് വരും, പ്ലസ് കെക്ക് 2 കൊടുക്കുമ്പോൾ 2k എന്ന് വരും, കെക്ക് 3 കൊടുക്കുമ്പോഴോ 3k എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 1. അപ്പോൾ 3k പ്ലസ് 2k പ്ലസ് k എന്ന് പറഞ്ഞാൽ 6k ഈസ് ഇക്വൽ ടു 1 എന്ന് വരും. കെയുടെ വാല്യൂ എത്ര കിട്ടും? 1/6. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. വാല്യൂ ഓഫ് കെ ഈസ് ഈക്വൽ ടു കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/6. കെ ഈസ് ഈക്വൽ ടു 1/6. ഇനി നമുക്ക് ഈ കെ ഈക്വൽ ടു 1/6 വെച്ച ടേബിൾ എഴുതാം. ടേബിൾ കണ്ടുപിടിക്കാം. ടേബിൾ ഇതാണ്. x ഈസ് ഈക്വൽ ടു 1, 2, 3. then f of x ഈസ് ഈക്വൽ ടു kx ആണ്. അപ്പോൾ kക്ക് 1/6 കൊടുക്കുമ്പോൾ ഫസ്റ്റ് വാല്യൂ 1/6. കെക്ക് നമ്മൾ രണ്ടാമത്തെ കേസിലെ എക്സിന് 2 ആണ് കൊടുക്കണ്ടേ. അപ്പോൾ 2/6. അടുത്ത എന്താണ്? 3/6. ഇതാണ് നമ്മുടെ ടേബിൾ. 3 കൂട്ടുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് 1 കിട്ടും. അപ്പൊ x = 1 വരുമ്പോൾ 1/6. കെയുടെ വാല്യൂ നമ്മൾ 1/6 കൊടുത്തു. രണ്ടാമത് എക്സിന് 2 കൊടുക്കുമ്പോൾ 2x, അപ്പോൾ 2/6. അടുത്ത് നമ്മൾ 3 കൊടുക്കുമ്പോൾ നമുക്ക് 3/6, 3k. അപ്പൊ ആദ്യം 1k, ഫസ്റ്റ് കേസിൽ നമുക്ക് 1k വരും, k വരും, 2k, 3k. അപ്പോൾ 1/6, 2/6, 3/6. കെയുടെ വാല്യൂ 1/6. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇത് രണ്ടും കൂട്ടിയാൽ മതി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എത്രയാണ്? 1/6. എക്സ് ഈക്വൽ ടു എത്രയാണ്? 2/6. രണ്ടും കൂട്ടുമ്പോൾ 3/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 1/2 എന്ന് കിട്ടി. രണ്ടാമത്തെ ആൻസർ 1/2 കിട്ടി. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 1/2. ഇനി നമുക്ക് അടുത്ത എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 1/6 പ്ലസ് 2 × 2/6 പ്ലസ് 3 × 3/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 പ്ലസ് 4/6 പ്ലസ് 9/6. അപ്പൊ എത്ര കിട്ടും? 9, 13, 14, 14/. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നുള്ളത് 14/3. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/3. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇനി വേരിയൻസ് ഓഫ് 1 - x കിട്ടും. ആദ്യം നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. നാലാമത്തെ ക്വസ്റ്റ്യനിലെ വേരിയൻസ് ഓഫ് എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സ്ക്വയർ 1 × 1/6 പ്ലസ് 2 സ്ക്വയർ ആകുമ്പോൾ 4 × 2/6 പ്ലസ് 3 സ്ക്വയർ 9 × 3/6. അപ്പൊ നമുക്ക് 1/6 പ്ലസ് 8/6 പ്ലസ് 27/. നമ്മൾ കൂട്ടി കഴിയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടുന്നതിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 27 × 35, 35 × 36, 36/6. 36/6 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമുക്ക് എത്ര കിട്ടും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6. therefore വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 36 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എത്രയാണ്? 7/3. 7/3 ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 749/9. 749/9 കിട്ടും. 749/9. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 9 54 36 × 9 അല്ലെ
അപ്പൊ ഇവിടെ ഇവിടെ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എത്ര കിട്ടിയത് 6 കിട്ടി. 6 × 6 30. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ നമുക്ക് അങ്ങനെ എഴുതിയാൽ മതിയല്ലോ അല്ലെ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ 6 കിട്ടിയിട്ടുണ്ട്. therefore വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എത്രയാണ്? 6 ആണ്. എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ 7 39 49/9 49/9 7 49/9 6 9 54 മൈനസ് 49/9. 54 മൈനസ് 49 എന്ന് പറയുമ്പോൾ എത്ര വരും? 5/9. വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ എത്ര കിട്ടി? 5/9 കിട്ടി. ഇവിടെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് ആണ് കിട്ടേണ്ടത്. വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ്. വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് ആണ് ഇവിടെ നമുക്ക് കിട്ടേണ്ടത്. 1 മൈനസ് വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് ബി വിൽ ബി 0. ഇവിടെ നമ്മൾ വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് 1 മൈനസ് വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് പ്ലസ് വേരിയൻസ് ഓഫ് മൈനസ് എക്സ്. വേരിയൻസ് ഓഫ് 1 0 ആണ്. പ്ലസ് വേരിയൻസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? മൈനസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് ആണ്. വേരിയൻസ് ഓഫ് എക്സ് എത്ര കിട്ടിയത് നമുക്ക്? 5/9. അപ്പോൾ വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 5/9. അപ്പൊ 4 ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ആദ്യം നമ്മൾ കെ കണ്ടുപിടിച്ചു. കെ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്തത്? സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ വാല്യൂ 1 2 3 ആണ്. ഡിസ്ക്രീറ്റ് വാല്യൂസ് 1 2 3 ആണ്. അപ്പൊ എക്സിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1k വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ 2k വരും. എക്സിന് 3 കൊടുക്കുമ്പോൾ 3k വരും. അപ്പൊ 1kയും 2kയും 3kയും കൂടി കൂട്ടി കഴിയുമ്പോൾ 6k വരും. ആ 6k എന്നുള്ളത് 1 ആണ്. കാരണം ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പൊ 6k 1 ആണെങ്കിൽ k യുടെ വാല്യൂ 1/6. അപ്പൊ k യുടെ വാല്യൂ നമുക്ക് 1/6 കിട്ടി. ഇനി നമുക്ക് ഈ k = 1/6 ഉപയോഗിച്ച് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാം. ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 1 2 3 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ kx എന്നാണ്. അപ്പൊ k യുടെ സ്ഥാനത്ത് നമ്മൾ 1/6 കൊടുത്തു. എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രോബബിലിറ്റി 1/6. അതുപോലെ സെക്കൻഡ് കേസിൽ നമുക്ക് 2/6. തേർഡ് കേസിൽ നമുക്ക് 3/6. x = 3 ആകുമ്പോൾ 3/6 കിട്ടും. അപ്പൊ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഈക്വൽ ടു 2 ആണ് കിട്ടുന്നത്. അപ്പൊ പ്രോബബിലിറ്റി x = 1 ഉം പ്രോബബിലിറ്റി x = 2 കൂടി കൂട്ടും. x = 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x = 1 എന്ന് പറഞ്ഞാൽ 1/6. x = 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/6. ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണണമെങ്കിൽ എന്താ? സിഗ്മ എഫ് ഓഫ് എക്സ്, സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന പ്രോബബിലിറ്റി എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പൊ സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സ് നമ്മുടെ 1 2 3 ഉണ്ട്. എഫ് ഓഫ് എക്സ് 1/6 2/6 3/6 ഉണ്ട്. ഇത് തമ്മിൽ പരസ്പരം ഗുണിക്കുക. 1 × 1/6 2 × 2/6 3 × 3/6. ഇത് കൂട്ടി കഴിയുമ്പോൾ എത്ര വരും? 9 4 13 14/6 7/3. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് എത്ര കിട്ടി? 7/3. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് കിട്ടാനായിട്ടുള്ള ഫോർമുല എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കണം. എക്സ്പെക്ടേഷൻ എക്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1/6 2 ന്റെ സ്ക്വയർ 4 × 2/6 പ്ലസ് 3 ന്റെ സ്ക്വയർ 9 × 3/6. ഇവിടെ ഈ 1 ന്റെ സ്ക്വയർ എടുക്കണം, 2 ന്റെ സ്ക്വയർ എടുക്കണം, 3 ന്റെ സ്ക്വയർ എടുത്തിട്ട് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഗുണിക്കണം. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ 1 × 1/6 4 × 2/6 9 × 3/6. അപ്പൊ നമുക്ക് 1 + 8 + 27 എന്ന് പറഞ്ഞാൽ 27 35 1 36/6 6 എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ 6. ഇപ്പൊ വേരിയൻസ് ഓഫ് എക്സ് ആണ് എങ്ങനെയാണ്? എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 - 49/9. എക്സ്പെക്ടേഷൻ എക്സ് 7/3 ആണ്. അത് സ്ക്വയർ ചെയ്യുമ്പോൾ 49/9 വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/9. വേരിയൻസ് ഓഫ് എക്സ് 5/9. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് 1 - x ആണ് ചോദിച്ചിരിക്കുന്നത്. വേരിയൻസ് ഓഫ് 1 - x കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേരിയൻസ് ഓഫ് 1 - x കാണാനായിട്ട് വേരിയൻസ് ഓഫ് ax + b യുടെ ഫോർമുല എന്താണ്? a² × വേരിയൻസ് ഓഫ് x എന്നാണ്. വേരിയൻസ് ഓഫ് b എന്ന് പറഞ്ഞാൽ 0 ആയി പോകും.
എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇപ്പൊ വേരിയൻസ് ഓഫ് 1 മൈനസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് 1 പ്ലസ് വേരിയൻസ് ഓഫ് മൈനസ് എക്സ് എന്ന് എഴുതാം. വേരിയൻസ് ഓഫ് 1 0 ആണ്. വേരിയൻസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. മൈനസ് 1 ഹോൾ സ്ക്വയർ എത്രയാണ്? 1 ആണ്. വേരിയൻസ് എക്സ് എത്രയാണ്? 5/9. Therefore final answer will be 5/9. അപ്പൊ 4 ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.